السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ഖാദിയുടെ നിബന്ധനയൊക്കെയാണ് പറഞ്ഞത്. ഖാദി വിധിക്കേണ്ടത് തൻ്റെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അനുസരിച്ചാണ് എന്നൊക്കെ അതിൻ്റെ ഷറഹിൽ പറയുന്നുണ്ട്. സാധാരണക്കാരനായ ഒരു വ്യക്തി, പണ്ഡിതനല്ലാത്ത വ്യക്തി, നമ്മളൊക്കെ മൂലയന്മാരടക്കം ഒരു മദ്ഹബിനോട് യോജിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. 4 മദ്ഹബുകളിൽ നിന്ന് ഏത് മദ്ഹബും സ്വീകരിക്കാം. അങ്ങനെ ഒരു മദ്ഹബ് കൊണ്ട് അമൽ ചെയ്താൽ മറ്റൊരു മദ്ഹബിലേക്ക് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മാറാം. ഇളവുകൾ ഇങ്ങനെ ചിക്കിച്ചിരിഞ്ഞ് പരിശോധിച്ച് മാറാൻ പാടില്ല എന്നേ ഉള്ളൂ. ഓരോ മദ്ഹബും ഏറ്റവും എളുപ്പമുള്ളത് മാത്രം എടുത്തിട്ട് അങ്ങനെ കുറച്ച് പറഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ടതാണ്, ഈ വസ്വാസക്കുള്ള ആളുകൾ അവരുടെ വസ്വാസം ഒഴിവാക്കുന്നതിന് ഭാഗമായി ഓരോ മദ്ഹബിൽ നിന്നും ബിൽ അഖഫി വ റുഖസ്, ഈ ഏറ്റവും എളുപ്പമുള്ളതും ഇളവുകളും സ്വീകരിക്കുന്നത് നല്ലതാണ്. കാരണം വസ്വാസ് കൂടി വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ തത്തിമ്മത്താണ്. സാധാരണക്കാരൻ വിശ്വസ്തരായ നീതിമാന്മാരായ ആലിമീങ്ങളോട് ഫത്വ ചോദിക്കൽ നിർബന്ധമാണ്. 2 മുഫ്തികളുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആരാണ് അറിവുള്ളത് അവരോടാണ് ചോദിക്കേണ്ടത്. നാട്ടുകാരനെന്നോ ബന്ധക്കാരനെന്നോ സംഘടനക്കാരനെന്നോ അങ്ങനല്ല. അയാൾ ഈത്തക്കദാഹതവും അവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിവരമുള്ള ആൾ ആരാണെന്ന് ഓൻ്റെ അഖീദ അനുസരിച്ച് പോവുക. മുഫ്തി എന്ത് ചെയ്യുക? 2 അഭിപ്രായമുള്ള വിഷയമൊക്കെ ആണെങ്കിൽ അതിൽ ഏറ്റവും പ്രബലമായത് ഏതാണോ അതെടുത്ത് പറഞ്ഞു കൊടുക്കുക. ഇനി തഹ്കീം എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ഖാദി അല്ലാതെ, ഖാദി പൊതുവായിട്ടുള്ളൊരു ഭരണാധികാരിയാണല്ലോ, ഹാക്കിമാണല്ലോ, ജഡ്ജിയാണല്ലോ. 2 ആൾക്ക് കൂടിയിട്ട് ഒരാളെന്താക്കുക, വിധി പറയാൻ വേണ്ടി തഹ്കീം ചെയ്യാവുന്നതാണ്. ഖാദി ഉണ്ടെങ്കിലും പറ്റും. ഒരു തർക്ക വിഷയത്തിൽ തഹ്കീം, എൻ്റെ നിങ്ങൾക്കിടയിലൊരു വിഷയം തർക്കത്തിൽ വന്നപ്പോൾ ഖാദിനെ സമീപിക്കാതെ എന്ത് ചെയ്യുക, ഒരാളെ തഹ്കീം ചെയ്യുക. അതിന് തർക്കമുണ്ടാകണമെന്ന് പോലുമില്ല, നിക്കാഹിൻ്റെ കാര്യത്തിൽ പോലും പറ്റും. യജൂസ് തഹ്കീം മുസ്നൈനി അഹ്ലല്ലി ഖലാഇന്, ഖലാഇന് അർഹനായ ഒരാളെ, അർഹരായ 2 പേരെ 2 പേർക്ക് തഹ്കീം ചെയ്യാവുന്നതാണ്. അഹ്ലുൽ ഖലാഇ, ഖലാഇന് അർഹനായ ഒരു വ്യക്തിയെ. 2 ആൾക്കിടയിലുള്ള 2 ആളുകൾ കൂടി എന്ത് ചെയ്യുക, ഒരാളെ ഏൽപ്പിക്കുകയാണ്. 2 ആൾ തഹ്കീം മുസ്നീൻ എന്ന ഫായിലേക്കാണ് ഇളാഫത്ത്. 2 പേർക്ക് ഹാക്കിമാക്കാം. ആരെ? തഹ്കീമിൻ്റെ മഫൂല് അഹ്ലുൽ ഖലാഇൻ, ഖലാഇന് അർഹനായ ഒരു വ്യക്തിയെ. പക്ഷേ ഇവിടെ നിക്കാഹിൻ്റെ വിഷയത്തിൽ ഖാദി ഉണ്ടാകുമ്പോൾ തഹ്കീം പറ്റൂല എന്ന് പറയുന്നുണ്ട്. നിക്കാഹിൻ്റെ വിഷയത്തിൽ പറഞ്ഞാൽ കെട്ടിക്കാൻ വലിയില്ല. അപ്പം പിന്നെ വലിയില്ലെങ്കിൽ, അല്ലെങ്കിൽ വലിയ വിസമ്മതിക്കുന്ന സാഹചര്യം വന്നാൽ ഖാദിക്കാണല്ലോ അധികാരം. അവിടെ ഖാദി ഇല്ലെങ്കിലാണ് തഹ്കീം പറ്റുക. അപ്പോൾ കെട്ടിക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചാൽ മതി, അയാൾക്ക് കെട്ടിക്കാവുന്നതാണ്. നിക്കാഹിലും എന്ത് ചെയ്യാൻ പറ്റും, ഖാദി ഉണ്ടെങ്കിൽ തഹ്കീമാക്കാം എന്നൊരു അഭിപ്രായവും ഉണ്ട്. അതാണ് ഷറഹിൽ പറയുന്നത്. ഏതായാലും മുഹക്കിമിൻ്റെ മുഹക്കം എന്നാണ് പറയാം. ഈ ഹാക്കിമാക്ക് വിധികർത്താവാക്കിയ വ്യക്തിയുടെ വിധി നടപ്പാക്കണമെങ്കിൽ 2 ആളും തൃപ്തിപ്പെടണം, വാക്കാൽ തൃപ്തിപ്പെടണം. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ കെട്ടിക്കാൻ വേണ്ടിയാണ് 2 ആളും പറയണം. ഭാര്യ ഭർത്താവും കൂടി പോയി എന്ത് പറയാം, ഞങ്ങൾക്കിടയിലുള്ള വിവാഹം നടത്തി തരണമെന്ന് പറയാം. ചിലപ്പോൾ അങ്ങനത്തെ കേസൊക്കെ ഉണ്ടാവുമല്ലോ. വലിയില്ലാത്ത കേസാണെങ്കിൽ വലിയ കെട്ടിച്ചു കൊടുക്കാത്ത സാഹചര്യത്തിലൊക്കെ നീതിമാനായ ഒരാളെ ഏൽപ്പിക്കുക കെട്ടിക്കുക. അപ്പം അയാൾ കെട്ടിച്ചു കൊടുക്കുക. ഇനി
ഖാദി എപ്പോഴാണ് സ്ഥാനഭ്രഷ്ടനാവുന്നത്? അതിന് വയൻഅസിലുൽ ഖാദി വനായിബുഹു, ഖാദിയും അയാളുടെ പകരക്കാരനും സ്ഥാനഭ്രഷ്ടനാകും. ലാ അൻ ഇമാമിൻ, പക്ഷെ പകരക്കാരൻ എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയുടെ പകരക്കാരനല്ല, ഖാദിൻ്റെ പകരക്കാരൻ. ഖാദി നിശ്ചയിച്ച പകരക്കാരനാണ്. ഇപ്പോൾ ഖാദിക്ക് ഒരു അസിസ്റ്റൻറ്റിനെ വെക്കുകയാണെങ്കിൽ അത് ഖാദി നിയമിച്ചതാകാനും സാധ്യതയുണ്ട്, ഭരണാധികാരി നിശ്ചയിച്ചതാകാനും പറ്റുമല്ലോ. അതാണ് പറയുന്നത്. ഭരണാധികാരി നിശ്ചയിച്ചതല്ലാത്ത നായിബ് ഖാദിയും അസ്രാകും ബിഖബരിഹി, അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത കൊണ്ട്. അല്ലാതെ വാർത്ത കിട്ടുന്നതിന് മുമ്പ് എന്താവില്ല, മനസ്സിലാവില്ല. കത്തെഴുതി ചിലപ്പോൾ കത്തൊക്കെ കൊടുത്തയക്കുമ്പോൾ പിറ്റേന്നാണ് കത്തെത്തിയതെങ്കിൽ എപ്പോഴാണോ കത്തെത്തുന്നത് അതോടുകൂടിയാണ് മനസ്സിലാവുക. അല്ലാതെ അസലി പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്ത രേഖപ്പെടുത്തുന്നതോടുകൂടി എന്താവില്ല, സസ്പെൻഡ് ആവില്ല. പിന്നെ അസുരുൽ ഖാദി വനായിബുഹു ലാ അൻ ഇമാമിൻ, ഭരണാധികാരിയുടേതല്ലാത്ത ഖാദിയുടെ പകരക്കാരനും അസിലാകും ബിഖബരിഹി, അയാളെ അസിൽ ചെയ്ത വാർത്ത എത്തൽ കൊണ്ട്. അതുപോലെ തന്നെ സ്വയം രാജിവെച്ചു പോകാം. അസിലി നഫ്സിഹി, സ്വയം രാജിവെക്കൽ കൊണ്ടും. ജുനൂനിൻ, ഭ്രാന്ത് വന്നാലും ബോധക്കേട് വന്നാലും, ഒരു വാഹനാപകടമൊക്കെ സംഭവിച്ച് ഖാദിക്ക് ബോധക്കേട് പോയാൽ, ബോധം നഷ്ടപ്പെട്ടാൽ എത്ര കുറഞ്ഞ സമയമാണെങ്കിലും ഖാദി അസിലായി രണ്ടാമത് ബയ്യത്ത് ചെയ്യേണ്ടി വരും. ഫിസ്കിൻ, ഫിസ്ക് കൊണ്ടും ഖാദി എന്ത് ചെയ്തു, ഫിസ്ക് വന്നു. ഇതൊക്കെ ഖാദിയോ ഖാദിയുടെ നായിബിൻ്റെ ഒക്കെ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഖാദിക്കിനെ ഒക്കെ സസ്പെൻഡ് ചെയ്യാൻ ഭരണാധികാരിക്ക് അധികാരമുണ്ട്. ലാ ഖാദിൻ, എന്നാൽ ഖാദി സ്ഥാനഭ്രഷ്ടനാകൂല ബി മൗത്തി ഇമാമിൻ, ഭരണാധികാരി മരിക്കലുമുണ്ട്. ഭരണാധികാരി സസ്പെൻഡ് ചെയ്താലേ ആവുള്ളൂ. ഭരണാധികാരി മരിച്ചു കഴിഞ്ഞാൽ ഖാദി സസ്പെൻഡ് ആവുകയാണെങ്കിൽ രാജ്യം ആകെ അരാജകത്വത്തിലേക്ക് നീങ്ങൂലേ. അപ്പം പിന്നെ മരിച്ചു എന്ന് കരുതിയിട്ട് എന്താവില്ല, ഖാദി മനസ്സിലാവില്ല. അതേസമയത്ത് ഖാദി മരിച്ചാൽ ഖാദിൻ്റെ പകരക്കാരൊക്കെ മനസ്സിലാവും ചെയ്യും കേട്ടോ. പിന്നെ അവരൊക്കെ പിരിച്ചുവിട്ട മാതിരിയായി. വലാ യുഖ്ബലു ഖൗലു മുതവല്ലിൻ ഫീ ഗൈരി മഹല്ലി വിലായത്തിഹി ഹകംതു ബികദ. ഇനി ഖാദിക്ക് ഒരു അധികാര പരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്കൊക്കെ ഓരോ മഹല്ലുണ്ടല്ലോ, ആ മഹല്ലിലേക്കാണ് ഒരു ഖാദിയെ നിശ്ചയിച്ചതെങ്കിൽ, ആ മഹല്ലിലാണ് ആ ഖാദിയെ നിയമിക്കപ്പെട്ടതെങ്കിൽ, അവിടെ അയാൾ നിൽക്കുമ്പോൾ മാത്രമേ അയാളുടെ വിധി തീർപ്പുകൾക്ക് വാലിഡിറ്റി ഉള്ളൂ. അയാൾ ആ മഹലിൻ്റെ പരിധിയിൽ നിന്ന് തൻ്റെ മഹലിലുള്ള ആൾക്കാരെ കെട്ടിക്കാനോ വിധി പറയാനോ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഖാദിയാണെങ്കിൽ എനിക്ക് കൊണ്ടോട്ടിൻ്റെ പുറത്തെന്തില്ല, ഞാൻ ഖാദിയല്ല. ഞാൻ കൊണ്ടോട്ടിക്കാരത്തിന് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് കൊണ്ടോട്ടിൻ്റെ പുറത്തുനിന്ന് കെട്ടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് ഖദാകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ വന്നാൽ മതി. കുറേ മഹലിൽ എനിക്ക് വിലായത്തുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ വന്നാൽ മതി ഒരു പെണ്ണിനെ കെട്ടിക്കുന്ന കാര്യത്തിൽ. വലാ യുഖ്ബലു ഖൗലു മുതവല്ലിൻ, ഒരു സ്ഥാനം ഏറ്റെടുത്തവൻ്റെയും, മുത്തവല്ലി ഇമാമായാലും ഭരണാധികാരിയായാലും, അയാളുടെ വാക്ക് സ്വീകരിക്കപ്പെടുന്നതല്ല. ഫീ ഗൈരി വിലായത്തിഹി, അയാളുടെ അധികാര സ്ഥലത്തല്ലാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ട് പറയൽ. എന്ത് പറയാ, ഹക്കം തിപ്പിക്കഥ, ഞാനിത് വിധിച്ചിരിക്കുന്നു എന്ന്. അയാളുടെ അധികാര പരിധിയിൽ വെച്ച് പറയുമ്പോൾ മാത്രമേ ഞാൻ കെട്ടിച്ചു കൊടുത്തിരിക്കുന്നു എന്നോ എന്തോ ആവട്ടെ. വലാ യുഖ്ബലു ഖൗലു മുത്തവല്ലിൻ, ഒരു മുത്തവല്ലിയുടെയും ഒരു പദവി ഏറ്റെടുത്തവൻ്റെയും വാക്ക് സ്വീകരിക്കപ്പെടുന്നതല്ല. ഫീ ഗൈരി മഹല്ലി വിലായത്തിഹി, തൻ്റെ അധികാര പരിധിയിലുള്ള സ്ഥലം അല്ലാത്തൊരു സ്ഥലത്ത് വെച്ചുകൊണ്ടുള്ള വാക്ക്. എന്താണ് വാക്ക്? ഹക്കം തുബികഥ, ഞാൻ വിധിച്ചിരിക്കുന്നു എന്ന. കാരണം അപ്പാടെ വിധി പ്രസ്താവിക്കാനുള്ള അധികാരം അയാൾക്കില്ല. ഏതുപോലൊക്കെ മഅസൂലിൻ, പദവി ഒഴിവാക്കപ്പെട്ട ഖാദിയെപ്പോലെ അയാളെ പദവിന്ന് പിരിച്ചിട്ടതിന് ശേഷം പിന്നെ അയാൾ വിധിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഒരു മുഹക്കം സാസ് പിരിഞ്ഞതിന് ശേഷം വിധിച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി കുറേ കാര്യങ്ങൾ പറയുന്നതിൽ ഖാദി തൻ്റെ മുന്നിൽ കേസിന് വരുന്ന ആളുകളോട്
നടത്തേണ്ട പെരുമാറ്റങ്ങളെക്കുറിച്ചാണ്. വൽ യുസബ്ബി ബൈനൽ ഖസ്മൈൻ, സബ്ബായുസബ്ബീന, സബ്ബായുസബ്ബി എന്നുള്ളതിന് അമ്രു ഗായിബാണ്. തുല്യത പാലിക്കട്ടെ ബൈനൽ ഖസ്മൈനി, വാദിക്കും പ്രതിക്കും ഇടയിൽ. ഹസ്മു എന്ന് പറഞ്ഞാൽ വാദി പ്രതി. ബഹുമാനിക്കുകയാണെങ്കിൽ രണ്ടാളെയും ബഹുമാനിക്കണം. മറുപടി പറയുന്നിടത്തും നോക്കുന്നിടത്തും കേൾക്കുന്നിടത്തും എല്ലാം ഒരാൾക്ക് പ്രത്യേകം ബഹുമാനോ സ്ഥാനോ പദവിയോ ഒന്നും കൊടുക്കരുത്. തമാശ ഒന്നും പറയാൻ പാടില്ല, എത്ര വലിയ ആര്യമായാലും സുഹൃത്തായാലും. അപ്പോൾ ആദ്യം വന്നവരെ കേസ് ആദ്യം എടുക്കുക, അതൊക്കെയാണ് സ്ഥിതി. മുഫ്തി മുദരിസൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. ആദ്യം വന്ന ആൾക്കാർക്ക് ഓതി കൊടുക്കുക, ആദ്യം ചോദിക്കാൻ വന്ന ആൾക്കാർക്ക് ഫത്വ കൊടുക്കുക, ഇതാണല്ലോ നിർബന്ധമായിട്ടുള്ളത്. പിന്നെ ഖാദിൻ്റെ മജ്ലിസ് എങ്ങനെയാകണം എന്നൊക്കെയാണ് പിന്നെ ചർച്ച. വഹറുമ ഖബൂലുഹു ഹദിയത മൻ ലാ ആദത ലഹു ഖബ്ല വിലായത്തിൻ ഇൻ കാന ഫീ മഹല്ലിഹാ വമൻ ലഹു ഖുസൂമത്തുൻ വഇല്ലാ ജാസ. ഖാദിക്ക് തൻ്റെ കീഴിലുള്ള ആളുകളിൽ നിന്ന് സമ്മാനങ്ങൾ സ്വീകരിക്കാൻ പറ്റും. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. കേസൊക്കെ ഉള്ള ഒരാൾ സമ്മാനം കൊടുക്കുമ്പോൾ അത് വിധിയെ ബാധിക്കുമല്ലോ, സ്വാധീനിക്കുമല്ലോ. അതേമാതിരി മുമ്പ് ഹദിയ കൊടുക്കുന്ന പതിവൊന്നുമില്ലെങ്കിൽ പിന്നെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഖാദി ആയതിനു ശേഷം കൊടുത്താൽ സ്വീകരിക്കൽ ഹറാമാണ്. എപ്പോൾ മഹല്ല് വിലായത്തിലാകുമ്പോട്ടോ അതിനെ പുറത്തുനിന്ന് സ്വീകരിക്കാം. ഖാദി പദവി ഏറ്റെടുക്കുന്നതിന് മുമ്പേ സമ്മാനം കൊടുക്കുന്ന പതിവുണ്ട്, അല്ലെങ്കിൽ മഹല്ല് വിലായത്തിലല്ല, അല്ലെങ്കിൽ പതിവ് പ്രകാരമേ കൊടുത്തിട്ടുള്ളൂ, നേരത്തെ കൊടുത്ത മാതിരി. അതുപോലെ തന്നെ ഇപ്പോഴും കേസില്ല, ഇനി കേസുണ്ടാവുമെന്ന് പ്രതീക്ഷയില്ല. ഇങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ ജായിസാണ്. നോക്കൂ, വഹറുമ ഖബൂലുഹു, ഖാദി സ്വീകരിക്കൽ ഹറാമാണ്. ഹദിയത്തമൻ, ഒരു വ്യക്തിയുടെ സമ്മാനം. ഏത് വ്യക്തി? ലാ ആദത ലഹു, അവന് സമ്മാനം കൊടുക്കണ പതിവൊന്നുമില്ല ഖബല വിലായത്തിന്, അധികാരമേൽക്കുന്നതിന് മുമ്പ്. അങ്ങനെയുള്ള ആളുടെ ഹദിയ സ്വീകരിക്കൽ ഹറാമാണ്. എപ്പോൾ? ഇൻകാന, ആ വ്യക്തിയാണെങ്കിൽ, ഇൻകാന ഖാദിയാണെങ്കിൽ, ഫീ മഹല്ലിഹ, തൻ്റെ വിലായത്തിൻ്റെ മഹലിലാണെങ്കിൽ സ്വീകരിക്കൽ ഹറാമാണ്. വമൻ, ഒരുത്തൻ്റെ സമ്മാനം സ്വീകരിക്കൽ ഹറാമാണ്. ലഹു ഹുസൂമത്തിന്, അവന് കോടതിയിൽ എന്തുണ്ട്? കേസുണ്ട്, ഹുസൂമത്തുണ്ട്. വൈല്ല, ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ ജാസ, ജായിസാണ്, സ്വീകരിക്കൽ ജായിസാണ്. ഖാദി അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചേ വിധിക്കാൻ പറ്റുള്ളൂ. അതിനെതിരെ വിധിച്ചാൽ ആ വിധി റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്, സ്റ്റേ ചെയ്യപ്പെടേണ്ടതാണ്. വനഖലൽ ഖാദി, ഒരു ഖാദി റദ്ദ് ചെയ്യുന്നതാണ്. ഹുക്മൻ ബിഖിലാഫി നസ്സിൻ ഔ ഇജ്മാഇൻ ഔ മർജൂഹിൻ, കിതാബ് സുന്നത്തിൻ്റെ നസ്സെതിരെയോ അല്ലെങ്കിൽ ഇജ്മാഇനെതിരെയോ അല്ലെങ്കിൽ പ്രബലമല്ലാത്ത അഭിപ്രായം കൊണ്ടോ ഒക്കെ വിധി വന്നാൽ, മർജൂഹ് കൊണ്ടൊക്കെ ഉള്ള വിധി നഖദ് ചെയ്യുന്നതാണ്. ഓൻ വിധിച്ചാലും വേണ്ടില്ല, വേറെ ഖാദിമാർ വിധിച്ചാലും വേണ്ടില്ല. നഖദ, ഖാദി എന്ത് ചെയ്യും? സസ്പെൻഡ് ചെയ്യുന്നതാണ്. ഹുക്മൻ, ഒരു വിധി എന്നുവെച്ചാൽ അത് പൊളിക്കുന്നതാണ്. എങ്ങനത്തെ വിധിയാണ്? ആ വിധി ബിഖിലാഫി നസ്സിൻ, കിതാബ് സുന്നത്തിൻ്റെ നസ്സിനെതിരാണ്. മുതവാത്തിറായ ആയത്തിനും ഹദീസിനും എതിരാണ്. അല്ലെങ്കിൽ അയാൾ തഖ്ലീദ് ചെയ്തൊരു ഇമാം ഉണ്ടെങ്കിൽ അയാൾ ഇമാമിൻ്റെ നസ്സിനെതിരാണ്. ഔ ഇജ്മാഇൻ, അല്ലെങ്കിൽ ഇജ്മാഇനെതിരായത്. ഇജ്മാ എന്ന് പറയുമ്പോൾ 4 മദ്ഹബിനെതിരായ അഭിപ്രായങ്ങളൊക്കെ ഇജ്മാഇനെതിരായതുപോലെയാണ്. പണ്ഡിതന്മാരും മുജ്തഹിദുകളായ ആളുകളുടെ ഏകോപിച്ച അഭിപ്രായത്തിനെതിരെയുള്ള എല്ലാ വിധികളും പൊളിക്കണം. ഔ മർജൂഹിൻ, അല്ലെങ്കിൽ മദ്ഹബിലെ പ്രബലമല്ലാത്ത അഭിപ്രായം കൊണ്ടുള്ള ഹുക്കുമും പൊളിക്കേണ്ടതാണ്. അയാൾ പറയാം, ഞാൻ നേരത്തെ ഖാദി നടത്തിയ, അല്ലെങ്കിൽ ഞാൻ നടത്തിയ വിധി ഞാൻ പൊളിച്ചിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു, അസാധുവാക്കിയിരിക്കുന്നു എന്നാണ് പ്രസ്താവിച്ചാൽ മതി. വലാ യഖ്ലി ബിഖിലാഫി ഇൽമിഹി, ഇനി കോടതിയിലൊരു കേസ് വന്നു. അപ്പോൾ ഖാദിക്ക് അതിനെ നിജസ്ഥിതി കൃത്യമായിട്ട് അറിയാം. സാക്ഷികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും തൻ്റെ ഉറപ്പിനെതിരെ ഖാദിക്ക് വിധിക്കാൻ പറ്റില്ല. ഒരു വീടിൻ്റെ വിഷയത്തിൽ തർക്കം വന്നു, അത് അവൻ്റെതല്ല എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ സ്ഥാപിച്ചു. ഖാദിക്ക് കൃത്യമായിട്ട് അറിയാതെ അയാളതാണ്, അപ്പോൾ വിധിക്കാൻ പാടില്ല. വലാ യഖ്ലി, ഖാദി വിധിക്കാൻ പാടില്ല ബിഖിലാഫി ഇൽമിഹി, തൻ്റെ അടുക്കുള്ള ഉറപ്പിന് എതിരായി വിളിക്കാൻ പാടില്ല. ഹീന ഇതിൻ,
അത് ഉറപ്പിനെതിരാകുന്ന സന്ദർഭത്തിൽ വിധിക്കാൻ പാടില്ല. വയഖ്ദി ബിഇൽമിഹി, ഖാദിക്ക് എന്ത് ചെയ്യാം? തൻ്റെ അറിവനുസരിച്ച് വിധിക്കുക. ഒരു കോടതിയിലെ കേസ് വന്നു, അപ്പോൾ ആ വിഷയത്തിന് ജസ്തി ഖാദിക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ആ അറിവനുസരിച്ച് വിധിക്കാം. വയഖ്ദി ബിഇൽമിഹി, ഖാദിക്ക് തൻ്റെ അറിവ് കൊണ്ട് വിധിക്കാവുന്നതാണ്. വലാലി ബഅദിഹി, തൻ്റെ സ്വന്തക്കാർക്ക് വേണ്ടി വിധിക്കാൻ പറ്റൂല. അതായത് വാപ്പ, മക്കൾ, ഇവർക്കാണല്ലോ ബഅദ് എന്ന് പറയാം. തൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയും വിധിക്കാൻ പറ്റൂല. അവർക്കെതിരെ വേണമെങ്കിൽ വിധിക്കണ്ട. കാരണം അത് തെറ്റിദ്ധാരണ വരുമല്ലോ. മക്കളും മാതാപിതാക്കളും ഒക്കെയാണ് കേസിൽ വരുന്നതെങ്കിൽ ആ ഖാദി അവിടുന്ന് തൽക്കാലം ഒഴിവായിട്ട് വേറെ ഖാദിൻ്റെ അടുത്തേക്ക് വിടാം. ഇനി ഒരു കടലാസിൽ തൻ്റെ വിധി കണ്ടാൽ ആ കടലാസിൽ എഴുതിയ രേഖയെ ആസ്പദമാക്കിയിട്ട് വിധിക്കാൻ പറ്റുമോ എന്നാണ്. അത് താൻ തന്നെയാണ് എഴുതിയത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ വിധിക്കാം. ഒലോറ ആ ഖാദി, ഒരു ഖാദിയോ അല്ലെങ്കിൽ ഒരു സാക്ഷിയോ ഏതോ ആവട്ടെ, ഒരാൾ കണ്ടു വറക്കത്തന്നെ ഒരു കടലാസ്, ഫീഹ, അതിലുണ്ട് ഹുക്മുഹു, അവൻ്റെ വിധിയുണ്ട്. അങ്ങനെ കണ്ടാൽ ലം യഅമൽ, അതുമനുസരിച്ച് അവന് പ്രവർത്തിക്കാൻ പറ്റില്ല. ഹത്താ യതദക്കറ, എന്താണ് അവൻ അതിലെഴുതിയത്, എന്താണ് എഴുതിയത്, എപ്പോഴാണ് എഴുതിയത് എന്നൊക്കെ അവൻ ഓർക്കുന്നത് വരെ. രേഖകൾ ആസ്പദമാക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ചയാണ്. നമ്മൾ കോടതിയിലൊന്നും രേഖകളല്ല എടുക്കല്, സാക്ഷികളെയല്ല എടുക്കുക, ദൃസാക്ഷികളൊക്കെ. അപ്പോൾ ഈ സാക്ഷികളൊക്കെ ഈ എഴുത്തിനെ പ്രമാണീകരിച്ചിട്ട് കോടതിയിൽ പോയി സാക്ഷ്യം വഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അയാൾ കണ്ട രേഖൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ അത് ഓർക്കണം, അത് അയാൾ തന്നെ എഴുതിയതാണ്, അല്ലെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ല, വേറെ ആൾ കൂട്ടിച്ചേർത്തിട്ടൊന്നുമില്ല എന്ന് ശരിക്കും കൃത്യമായിട്ട് അറിയണം. അവൻ്റെ കയ്യെഴുത്താന്ന് മാത്രം എഴുതാൻ പോരാ. ഇനി എഴുത്തിനെ ആസ്പദമാക്കിയിട്ട് എന്ത് ചെയ്യുക? തനിക്കൊരു ഹക്ക് കിട്ടാനുണ്ട് എന്ന് കോടതിയിൽ സത്യം ചെയ്യാവുന്നതാണ്. സാക്ഷി അതെൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുത്തിനെ ഇപ്പോൾ പിതാവ് എഴുതി വെച്ച ഒരു രേഖൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വന്നിട്ട് ആ എഴുത്തിനെ ആസ്പദമാക്കിയിട്ട് അതെൻ്റെതാണെന്ന് പറഞ്ഞ് കോടതിയിൽ മുന്നിൽ സത്യം ചെയ്തിട്ട് അത് എടുക്കാവുന്നതാണ്. പക്ഷേ ആ എഴുതിയ ആളിൽ ഒരു വിശ്വാസം വേണം, അമാനത്തുള്ള ആളാകണമെന്ന് മാത്രം. ഹറാമു ഹലാലൊക്കെ ഉള്ള ആളുടെ എഴുത്താണെങ്കിൽ. വലഹു, ഒരു വ്യക്തിക്ക് അനുവദനീയമാണ് ഹൽഫുൻ, കോടതിയിൽ സത്യം ചെയ്യാം, അലസ്തിഹ്ഖാഖിൻ, ഒരവകാശം തനിക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യാം. ഇഅ്തിമാദൻ അലാ ഖത്തിൻ, എഴുത്തിനെ അവലംബിച്ചിട്ട്, അലാ ഖത്തി മുവരിസി, അവൻ അനന്തരം അടുപ്പിച്ചവൻ്റെ എഴുത്ത്. അനന്തരം അടുപ്പിച്ചതെന്ന് കാരണം പറഞ്ഞതാണ്, ആരുടെ എഴുത്താലും മടിയില്ല. എപ്പോൾ ഇൻ വസിഖ ബി അമാനത്തിഹി, അവൻ്റെ അമാനത്തിൽ അവന് ഉറപ്പുണ്ടെങ്കിൽ, അവൻ്റെ വിശ്വാസ്യതയിൽ അവന് ഉറപ്പുണ്ടെങ്കിൽ, മുവരിസ്, അവൻ അനന്തരം അടുപ്പിച്ച അയാളുടെ കത്തിനെ അവലംബപ്പെടുത്തിക്കൊണ്ട് അയാൾക്ക് ഇന്ന സ്വത്തിൽ അവകാശമുണ്ട് എന്ന് സത്യം ചെയ്യാവുന്നതാണ്. ഇസ്തിഹ്ഖാഖിന്, അവകാശത്തിന്മേൽ സത്യം ചെയ്യാവുന്നതാണ് ഇസ്തിഹ്ഖാഖിന് അവകാശം. ഉദാഹരണത്തിന് വാപ്പ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ കൊടുക്കാനുള്ള ആൾക്കാർക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാപ്പ മരിച്ചതിന് ശേഷം ആരോ വരികയാണ്, വാപ്പ എനിക്ക് ഇത്ര തരാണ്ട്. അപ്പം എന്ത് ചെയ്യുക? കോടതിയിൽ സത്യം ചെയ്യാൻ പോയിട്ട് അള്ളാഹിൻ്റെ വാപ്പ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് സത്യം ചെയ്യാം. സ്ഥലത്തില്ലാത്ത ഒരാൾക്കെതിരെ വിധി പറയാൻ പറ്റുമെന്നാണ്. വൽ ഖദാഉ അലാ ഗായിബിൻ ജായിസുൻ, നാട്ടിലില്ലാത്ത വ്യക്തിക്കെതിരെ വിധിക്കൽ അനുവദനീയമാണ്. എപ്പോ? വാദിക്ക് തെളിവ് വേണം. ഇൻകാനലി മുദ്ദഇൻ ഹുജ്ജത്തുൻ, വാദിച്ച ആൾക്ക് തെളിവുണ്ടെങ്കിൽ. പിന്നെ വലം യഖുൽ ഹുവ മുഖിറുൻ, ആ സ്ഥലത്തില്ലാത്ത ഗായിബ് തനിക്ക് തരാനുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് എന്ന് പറയാനും പാടില്ല. എങ്ങനെ? ഇപ്പോൾ ഗൾഫിലുള്ള സെയ്ദ് എനിക്ക് 1000 റുപ്യ തരാനുണ്ട് എന്ന് ഞാൻ കോടതിയിൽ വാദിച്ചാൽ എനിക്കതിന് തെളിവുണ്ടെങ്കിൽ അയാൾ തരാനുണ്ട് എന്ന് സമ്മതിക്കരുത്, അയാൾ നിഷേധിക്കുന്നുണ്ട് എന്നും കൂടെ പറയണം. സമ്മതിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വിധി പറയേണ്ട കാര്യമില്ലല്ലോ, അയാളെ ഏൽപ്പിച്ചോളല്ലോ. അപ്പോൾ പിന്നെ ഇൻകാനടി മുദ്ദഇൻ ഹുജ്ജത്തുൻ, വാദിച്ച ആൾക്ക് തെളിവുണ്ടാവണം. വലം യഖുൽ, ഈ വാദിച്ച ആൾ പറയാൻ പാടില്ല ഹുവ ഈ ഗായിബ് മുഖിറുൻ, തനിക്ക് തരാനുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട് എന്ന് പറയാനും പാടില്ല. ഈ സാഹചര്യത്തിൽ ഗായിബിനെതിരെ വിധിക്കൽ അനുവദനീയമാണ്. പക്ഷേ ഇവിടെ ഒരു വിധി വ്യത്യാസമുണ്ട്. സാധാരണ ഇപ്പോൾ നമ്മൾ കോടതിയിൽ സാക്ഷികളെ ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നെ
വിധി നമുക്ക് അനുകൂലമായിട്ട് വരിക ചെയ്യുക. അവിടെ വല്ലാഹി ഇന്ന് സത്യം ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഗായിബിനെതിരെ ആയതുകൊണ്ട് ഇപ്പോൾ വജബ തഹരീഫുഹു, ഈ വാദി എന്ത് ചെയ്യണം? സത്യം ചെയ്യിപ്പിക്കൽ നിർബന്ധമാണ്. ഇതിന് യമീനുൽ ഇസ്തിൽഹാർ എന്നാണ് പറയാം. സത്യം ചെയ്യിപ്പിക്കണം. വാദ ബൈനത്തിൻ, സാക്ഷികളെ നിർത്തിയതിന് ശേഷം, സാക്ഷികൾ ഏതായാലും വേണം, അതിന് ശേഷം സത്യം ചെയ്യിപ്പിക്കണം. എന്താണ് സത്യം ചെയ്യേണ്ടത്? അന്നൽ ഹക്ക, ആ നാട്ടിലില്ലാത്ത ഗായിബ്, വിദേശത്തുള്ള അയാളുടെ ഹക്ക് ഈ ദിമ്മത്തിഹി, അയാളുടെ ദിമ്മത്തിൽ തന്നെ ഉണ്ട്, അയാൾ പൊരുത്തപ്പെട്ടിട്ടൊന്നുമില്ല എന്ന് സത്യം ചെയ്യിപ്പിക്കുകയും കൂടി വേണം. തഹരീഫ് എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യിപ്പിക്കാം. ഇതുപോലെ കമാവലിദ്ദാല സ്വബിയും മയ്യത്തിൻ, ഒരു കുട്ടിക്കെതിരെ അല്ലെങ്കിൽ മയ്യത്തിനെതിരെ വാദിക്കുന്നിടത്ത് അവിടെ സാക്ഷികൾ മാത്രം പോരാ, പിന്നെ സത്യം ചെയ്യും കൂടെ വേണം. അയാളുടെ ഹക്ക്, എനിക്ക് കിട്ടാനുള്ള ഹക്ക് ആ കുട്ടിയുടെയും മയ്യത്തിൻ്റെയും ഹക്കിൽ ബാക്കിയുണ്ടെന്ന്. കാരണം മരിച്ചുപോയില്ലേ, കുട്ടിയല്ലേ, അപ്പോൾ പിന്നെ 2 തെളിവുണ്ടായിക്കോട്ടെ എന്ന് വെച്ചു, സാക്ഷികളും പിന്നെ സത്യം ചെയ്യലും. ഇനി പറയുന്നത്, വിദേശിയായ വ്യക്തിക്കെതിരെ വിധി വന്നു, ഇയാൾക്ക് എനിക്ക് പൈസ തരാണ്ട്. എന്നാൽ പിന്നെ അയാൾക്ക് പൈസ അവിടെ നാട്ടിലുണ്ടെങ്കിൽ ഖാദി ആ പൈസ എനിക്ക് എടുത്ത് തരികയാണ് വേണ്ടത്. വൈദാ സബത്ത മാലുൻ, അങ്ങനെ വിദേശിയായ വ്യക്തിക്കെതിരെ ഞാൻ കേസ് കൊടുത്തു, അയാൾ എനിക്ക് പൈസ തരാണ്ട് എന്ന് കോടതിയിൽ സ്ഥിരപ്പെട്ടാൽ, വലഹു മാലുൻ, അയാൾക്ക് നാട്ടിൽ സ്വത്ത് ഉണ്ടെങ്കിൽ ഖദാഹു, ഭരണാധികാരി ആ സ്വത്ത് വീട്ടേണ്ടതാണ്, മിൻഹു, നാട്ടിലുള്ള സ്വത്തിൽ നിന്ന്. ഇല്ലായക്കുൻ, ഇനി നാട്ടിൽ സ്വത്തൊന്നുമില്ല, വിദേശത്തുള്ള ഗൾഫിലുള്ള സെയ്ദ് എനിക്ക് 10,000 തരാനുണ്ട് എന്ന് കോടതി വിധിച്ചു. അവിടെ എന്ത് ചെയ്യുക? ഇവിടെ നാട്ടിലൊന്നും സ്വത്തില്ലെങ്കിൽ എന്നാൽ പിന്നെന്താ ചെയ്യേണ്ടത്? അവിടെ ഈ വിദേശത്തുള്ള വിദേശില്ലേ, അയാളിപ്പോൾ നിൽക്കുന്ന നാടില്ലേ, ആ നാട്ടിലെ ഖാദിക്ക് വിവരം അറിയിക്കുകയാണ് വേണ്ടത്. അങ്ങനെ അയാളോട് പറയാം, ഞാനിവിടെ കോടതിയിൽ ഇതായിട്ടുണ്ട്, അയാൾക്കെതിരെ കേസ് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിധിച്ചോളി എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക? അയാളിൽ നിന്ന് ഈ പൈസ വസൂലാക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകട്ടെ. അള്ളാഹു നമ്മളെ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മളൊക്കെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.